ഹരി ഓം. ഇന്ന് ശ്രീമദ് നാരായണത്തിലെ 76-ാം ദശകമായ ഉദ്ധവദൗത്യം എന്ന കഥയുടെ സാരം ഇന്ന് പറയാം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 45-ാം അധ്യായത്തിലെ 31-ാം ശ്ലോകം മുതൽ 47-ാം അധ്യായത്തിലെ അവസാന ശ്ലോകം വരെയുള്ള ഭാഗമാണ് ഈ ദശകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതായത് സർവജ്ഞൻ എന്ന വിശേഷണം ഭഗവാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സർവജ്ഞനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമസ്വാമിയോടുകൂടി സാന്ദീപനി മഹർഷിയുടെ അടുത്ത് ചെന്ന് കേവലം 64 ദിവസം കൊണ്ട് എല്ലാ വിദ്യകളും പഠിച്ചു. അതായത് ഭഗവാന് ഒന്നും അറിയേണ്ടതില്ല, ഭഗവാൻ സർവജ്ഞനാണ്. എന്നാലും ലോകരെ കാണിക്കാൻ വേണ്ടി ഗുരുകുലവാസം അനുഷ്ഠിച്ചു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഗുരുകുലവാസം അനുഷ്ഠിച്ചു കഴിയുമ്പോൾ ഗുരുദക്ഷിണ കൊടുക്കണമല്ലോ. സാന്ദീപനിയുടെ പുത്രൻ പ്രഭാസത്തിൽ കുളിക്കുമ്പോൾ സമുദ്രത്തിൽ മുങ്ങി അപ്രത്യക്ഷനായി. ആ മകനെ കൊണ്ടുവന്ന് ഗുരുദക്ഷിണ ചെയ്യണമെന്ന് സാന്ദീപനി മഹർഷി പറഞ്ഞതനുസരിച്ച് ശ്രീകൃഷ്ണൻ പ്രഭാസത്തിലെത്തി. സമുദ്രത്തിലുള്ള പഞ്ചജനൻ എന്ന ശംഖരൂപിയായ അസുരനാണ് ആ ബാലനെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നത് എന്ന സമുദ്രദേവതയുടെ വചനമനുസരിച്ച് ഭഗവാൻ സമുദ്രത്തിൽ വെച്ച് ശംഖാസുരനെ നിഗ്രഹിച്ചു, വധിച്ചു. ആ പാഞ്ചജന്യം എന്ന ശംഖ് സമ്പാദിച്ചു. ഗുരുപുത്രനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒടുക്കം യമപുരിയിലേക്ക് ചെന്ന് യമനോട് ഗുരുപുത്രനെ കൊണ്ടുവരുവാനായി ആവശ്യപ്പെടുകയും യമൻ സഭക്ത്യാദരം സമർപ്പിച്ച ഗുരുപുത്രനെ കൊണ്ടുവന്ന ഗുരുദക്ഷിണ സാന്ദീപനി മഹർഷിക്ക് തൻ്റെ ഗുരുവിന് കൊടുക്കുകയും ചെയ്തു. ഭഗവാൻ പ്രേമാധിക്യത്താൽ വിവശകളായ ഗോപസുന്ദരിമാരെ ഓർത്തോർത്ത് കരുണയാൽ പരവശനായി തീർന്നിട്ടും എന്നു തന്നെയല്ല തൻ്റെ ഒറ്റ സുഹൃത്തും ഭക്തനുമായ ഈ ഉദ്ധവന് ലോകത്തിലെങ്ങും കാണാൻ കഴിയാത്ത ആ ഗോപിമാരുടെ ഭക്തി കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ടും ആ ഉദ്ധവനെ അമ്പാടിയിലേക്ക് ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു. ഉദ്ധവൻ സന്ധ്യയ്ക്ക് ഭഗവാന്റെ മഹാത്മ്യ അതിശയത്തെ സൂചിപ്പിക്കുന്ന അമ്പാടിയിലെത്തി. ഭഗവാന്റെ വൃത്താന്തങ്ങളാൽ നന്ദഗോപരെയും യശോദയെയും ഏറ്റവും സന്തോഷിപ്പിച്ചു. പ്രഭാതത്തിൽ ഗോപസുന്ദരിമാർ രത്നനിർമ്മിതമായ തേര് കണ്ട് കൃഷ്ണൻ വന്നുവോ എന്ന് സംശയിച്ച് അവിടുത്തെ ഭൃത്യൻ ഭഗവാന്റെ ഭൃത്യനാണ് വന്നിട്ടുള്ളതെന്ന് കേട്ട് തങ്ങളുടെ കർത്തവ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നന്ദഗോപഗൃഹത്തിൽ വന്നു ചേർന്നു. ആ ഗോപസുന്ദരിമാർ ഭഗവാന്റേതുപോലുള്ള വേഷവും അലങ്കാരങ്ങളും അണിഞ്ഞ ഉദ്ധവനെ കണ്ടിട്ടും ഭഗവാന്റെ അതത് വിലാസങ്ങളെ സ്മൃതിയിൽ അത്യന്തം തെളിഞ്ഞ് ദർശിച്ചിട്ടും ഒന്നും സംസാരിക്കാൻ ശക്തിയില്ലാത്തവരായി തീർന്നു. എന്നിട്ട് സുജനത, വിനയം മുതലായവയെയും താൻ അന്യനെന്ന ഭേദത്തെയും തീരെ മറന്നുകൊണ്ട് പണിപ്പെട്ട് തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ശ്രീമൻ, അങ്ങ് ആ നിർദ്ദയനാൽ കൃഷ്ണനാൽ അമ്മയച്ഛന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ടതാണോ? നഗരസുന്ദരിമാർക്ക് കാന്തനായി തീർന്ന ഇദ്ദേഹം എവിടെ? കൃഷ്ണൻ എവിടെ? ശ്രീഹരെ പ്രാണനാഥാഹ രക്ഷിക്കണമേ. ശ്യാമസുന്ദര അമൃതമൂർത്തിയായ അവിടുത്തെ ആലിംഗനങ്ങളും ചുംബനങ്ങളും പ്രേമോന്മാദ വിലാസങ്ങളെയും കപടവചനങ്ങളെയും അയ്യോ ഏതൊരുവൾ മറക്കും. ഇവിടെ ഗോപസുന്ദരിമാർ നിർദ്ദയൻ എന്ന കൃഷ്ണനെ വിശേഷണം ചെയ്തത് അവർ അദ്ദേഹത്തെ അത്രയും പ്രണയിക്കുന്നതുകൊണ്ടാണ്. പ്രണയവിരഹം കൊണ്ടും പ്രണയകോപത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. കോപവചനം കുറെ കടന്നുപോയെന്ന് ഭയപ്പെട്ടിട്ട് ഗോപികൾ അടുത്ത വാക്യത്തിൽ തന്നെ ഹാ ഹരേ നാഥപായ എന്ന് കേണിരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാസക്രീഡയിൽ മർദ്ദിക്കപ്പെട്ട മനോഹരമായ അഴിഞ്ഞുലഞ്ഞ തലമുടിയോട് കൂടിയതും ക്ഷീണം കൊണ്ട് കുറേശ്ശെ വിയർപ്പ് പൊടിഞ്ഞ കൊതിക്കത്തക്കതുമായ ഭഗവാന്റെ പൂമേനി കാരുണ്യസിന്ധോ ഒരിക്കൽ കൂടി ആലിംഗനം ചെയ്യാൻ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നിങ്ങനെ പ്രേമോന്മാദത്താൽ ത്രൈലോക്യത്തെയും മതിപ്പിക്കുന്നവനെ ഭഗവാന്റെ പ്രിയതമകളായ ഗോപികൾ ഭഗവാനെപ്പറ്റി വിലപിച്ചു. ഉദ്ധവൻ ഇങ്ങനെയൊക്കെയുള്ള വിലാപവാക്യങ്ങൾ മൊഴിഞ്ഞുകൊണ്ട് അതിദുഃഖിതകളായിത്തീർന്ന ആ ഗോപികളെ തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ സന്ദേശവാക്യങ്ങളാൽ സ്വസ്ഥകളാക്കി തീർത്തു. അനന്തരം, അതായത് പിന്നീട് സന്തുഷ്ടഹൃദയകളും
ഭഗവാനെ തന്നെ സർവവുമായിട്ടുള്ളവരുമായ ആ ഗോപികളോടുകൂടി ഓരോ കഥകൾ പറഞ്ഞ് സരസമായി സന്തോഷത്തോടുകൂടി കുറേ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. എപ്പോഴും എല്ലായിടത്തും വീട്ടുജോലികൾ നിന്തിരുവടിയെ ഭഗവാനെ സംബന്ധിച്ച് ഗാനങ്ങൾ ഉറക്കെ പാടിക്കൊണ്ടാണ് ചെയ്യപ്പെടുന്നത്. പരസ്പരം രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ, ഗോപസ്ത്രീകൾ കണ്ടുമുട്ടുമ്പോൾ നിന്തിരുവടിയോട് ചരിതം തന്നെ വർണ്ണിക്കപ്പെടുന്നു. സ്വപ്നത്തിൽ സംസാരിക്കുന്നതെല്ലാം തന്നെയും ഭഗവാന്റെ വാർത്ത തന്നെ. പ്രവൃത്തികൾ മിക്കവാറും ഭഗവാന്റെ അനുകരണങ്ങളാകുന്നു. ഇപ്രകാരം അമ്പാടിയിലുള്ളത് എല്ലാം ഭഗവാൻ തന്നെയായി കണ്ട് ഈ ഉദ്ധവൻ ആശ്ചര്യത്താൽ വല്ലാതെ ഭ്രമിച്ചുപോയി. ഇത് എൻ്റെ രാധയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ പ്രേയസി രാധ ഇങ്ങനെയാണ് പറയാറ്: സുഹൃത്തെ, പ്രണയകുപിതയായ എൻ്റെ പ്രിയയെ പോലെ താങ്കൾ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? തോഴി രാധേ, ഇങ്ങനെയൊക്കെ തന്നെയാണ് നിൻ്റെ പ്രിയതമൻ കൃഷ്ണൻ ഏകാന്തത്തിൽ, അതായത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്നോട് വളരെ താല്പര്യത്തോടെ പറയാറ്. ഇത്തരം വാക്കുകളെ കൊണ്ട് ഉദ്ധവർ നിന്തിരുവടിയുടെ ഭഗവാന്റെ പ്രിയതമയായ കുവലയനയനയെ, രാധയെ ആനന്ദിപ്പിച്ചു. ഇപ്പോൾ പറഞ്ഞത് ഉദ്ധവൻ രാധയെക്കുറിച്ച്, കൃഷ്ണൻ പറഞ്ഞത് രാധയോട് പറയുന്നതാണ്. പിന്നീട് ഞാൻ താമസിയാതെ വന്നുകൊള്ളാം. ഞാൻ വരാതിരിക്കുന്നത് കാര്യനിർവഹണ ബാഹുല്യം കൊണ്ടാണ്. വിരഹത്തിലും സ്മരണത്തിനും ഉറപ്പുവരുത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഖേദം വേണ്ട, വിഷമം വേണ്ട. നിങ്ങൾക്ക് താമസിയാതെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ സമാഗമമായാലും വിരഹമായാലും രണ്ടും ഒരുപോലെയായിത്തീരും. ആ ഭഗവാന്റെ സന്ദേശവാക്കുകൊണ്ട് ഉദ്ധവൻ അവരെ, ഗോപികളെ, ദുഃഖമില്ലാത്തവരാക്കി തീർത്തു. ഇപ്രകാരമുള്ള ഭക്തി ലോകത്തിലെങ്ങും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ശാസ്ത്ര സമൂഹങ്ങൾ കൊണ്ട് എന്തു ഫലം? ലോകത്തിൽ തപസ്സുകൊണ്ട് എന്തു ഫലം? ഗോപികൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പാടിയിൽ നിന്ന് മടങ്ങിയെത്തിയ ആനന്ദവിവശനുമായ ഉദ്ധവനെ കണ്ടിട്ട് സന്തുഷ്ടനായിത്തീർന്ന ഭഗവാൻ: അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ. അതായത് ശാസ്ത്രങ്ങൾ പഠിച്ചവരും തപസ് അനുഷ്ഠിച്ചവർക്കും പോലും ഭക്തി ഉണ്ടാകുന്നില്ല. രണ്ടുമില്ലാത്ത ഈ ഗോപസ്ത്രീകളുടെ ഭക്തി അപാരം തന്നെയാണ്. പരമപ്രേമാത്മക ഭക്തി സിദ്ധിച്ച ഈ ഗോപ വനിതകൾ പരമവന്ദനീയകൾ തന്നെയാണ്. ഭഗവാനെ, അത്തരം ഭക്തി ഞങ്ങൾക്ക് തരണമേ.